അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിൽ പോയി നല്ല ഒന്നാന്തരം കപ്പയങ്ങ് പറിച്ച് വെട്ടി കഴുകി നല്ല പീസാക്കി. ആഹാ, സൂപ്പറാണ് കേട്ടോ. കലത്തിലിട്ട് വെള്ളമൊഴിച്ച് ഒരൽപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം. ആ വെന്ത് വരുന്ന സമയം കൊണ്ട് ആഹാ, നല്ല പിടയ്ക്കണ മീൻ കണ്ടോ, ചൂണ്ടയിട്ട് പിടിച്ചു, കിട്ടിപ്പോയി. അയ്യോടാ പാവല്ലേ, പക്ഷെ നമുക്ക് കറി വെക്കണ്ടേ. ഓക്കെ, കപ്പ വെന്തേ. ആഹാ, നല്ല പഞ്ഞി പോലെയുള്ള കപ്പ. ഇനി അത് എടുത്ത് വെക്കാം അല്ലേ. മീനിനെ വൃത്തിയാക്കി വിനാഗിരി നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ കഴുകുകയാണേ. നോർമൽ വെക്കുന്ന പോലെയല്ല, ഒരു ചെറിയ വ്യത്യാസപ്പെടുത്തിയിട്ടാണ് വരിക. ചെറിയ ഉള്ളി ആദ്യം നമുക്ക് ചതച്ചെടുക്കാം. എല്ലാം ചതക്കിയാണ് കേട്ടോ, അരിയുന്നില്ല, ചതക്കിയാണ്. ചെറുള്ളിക്കേ 100 രൂപയായിട്ടുണ്ട്. അതുകൊണ്ട് ചതയ്ക്കുമ്പോൾ ഈ കല്ലിടിക്കുമ്പോൾ കൊള്ളുന്നത് എൻ്റെ ചങ്കിലോട്ടാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. സാമർത്ഥ്യമുള്ള വീട്ടമ്മമാരെന്താ ചെയ്യാമെന്നറിയോ, സബോള തക്കാളിയൊക്കെ വില കുറഞ്ഞ് കിട്ടുമ്പം അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നല്ല വഴട്ടി അരച്ചിട്ടോ അരയ്ക്കാതെയോ സിപ്ലോക്കിൽ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാതിരിക്കും. വേണമെങ്കിൽ എണ്ണ അതിൻ്റെ അകത്ത് ചേർക്കാം, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കാം, പ്രിസർവേറ്റീവ് എന്നുള്ള രീതി. ഇപ്പോൾ 2 വലിയ കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ, വെളുത്തുള്ളി. അപ്പോൾ കാന്താരി ഇല്ലാത്തവർക്ക് നമുക്ക് പച്ചമുളക് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സാധാരണ നാടൻ കുക്കിങ്ങിന് വെക്കുന്ന പോലെ വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, നല്ല കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇടാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഒരുപാട് വഴറ്റണ്ട, സാധാരണ മീൻകറി വഴറ്റുന്ന പോലെ വഴറ്റണ്ട. ദാ ഇത്ര വഴറ്റിയാൽ മതി. പൊടികളെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ട് നന്നായിട്ട് വഴറ്റുക. എന്നിട്ട് ഇനി വേഗം നമുക്ക് എന്തെടുക്കാം, 2ാം പാൽ ഒഴിക്കാം. നമ്മുടെ മീന് നല്ല വെട്ടി വൃത്തിയാക്കിയ മീൻ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടേ. കപ്പയും കൂട്ടി അടിക്കാനുള്ളതല്ലേ. നമ്മുടെ മാങ്ങ ഇടാം, നല്ല പുളിയുള്ള മൂവാണ്ടൻ മാങ്ങ. ഞാൻ വലിയ 2 മാങ്ങ എടുത്തു. ഈ മാങ്ങ തിളച്ച് അതിൻ്റെ പുളി ഒന്ന് ലേശം ഇറങ്ങിയതിന് ശേഷം നമുക്ക് മീനിടാം. ഓക്കെ, അപ്പം തിളച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, മീൻ ഇടുന്നതിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ഉപ്പും പുളിയും മുളകും നോക്കാം. നല്ല എരിവുണ്ട്. ഇനി നമുക്ക് മീനിടാം. ഓക്കെ, സാധാരണ ഇങ്ങനെയുള്ള മീനുകൾ നമ്മൾ വെട്ടി വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അതിൻ്റെ ആ ഒരു ഉളുമ്പ് നാറ്റവും ഒരു കട്ടുമണവും ഒക്കെ അങ്ങോട്ട് പോകും. അപ്പം നല്ല കട്ടിപ്പാൽ ഒഴിക്കുകയാണ് കേട്ടോ. ഇറക്കിയിട്ടൊരു സൂത്രം കൂടി ഉണ്ട്, കാണിക്കാം. അപ്പം ഇന്ന് നമ്മൾ ഫാമിൽ വന്നു, കപ്പ പറിച്ച് പുഴുങ്ങി നല്ല മീൻ പിടിച്ച് ഒന്നാന്തരം മാങ്ങയും തേങ്ങാപ്പാലും ഒഴിച്ച് മീൻകറി വെച്ചു. ഇനി ഞങ്ങളെല്ലാവരും കൂടി ഇത് കഴിക്കും. വെച്ചു മീൻ അല്ലേ, നോർമൽ രീതിയിൽ വെച്ചു. ഇനി ഇതേ രീതി തന്നെ കുറച്ചും കൂടെ എളുപ്പത്തിൽ വെക്കാം. ഈ വഴട്ടൊന്നും ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ വെക്കാം. നേരെ ചട്ടിയിലേക്ക് എന്തിടണം, ചെറിയ ഉള്ളി ഇടുക, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടെ നന്നായിട്ട് ചതക്കുക. ഈ പറയുന്ന പൊടികളെല്ലാം കൂടെ നല്ല തിരുമ്മി അങ്ങോട്ട് പിടിപ്പിക്കുക. ഓക്കെ, അത് ഈ ചതച്ചതും പൊടികളും എല്ലാം കൂടെ തിരുമ്മി പിടിപ്പിക്കുക. അതിൻ്റെ അകത്ത് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക,
അതിൻ്റെ അകത്ത് ഈ രണ്ടാം പാലും ഒഴിച്ച് നമ്മുടെ പച്ചമാങ്ങ ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം മീനിടും. ഇത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നൊരു കറിയാണ്. അപ്പം അതുപോലെ മീനിട്ട് വെന്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാം പാല് ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഇറക്കാം. ഇതിൽ പക്ഷേ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയല്ല ചെയ്യുക, നല്ല ഒന്നാം തരം ചെറിയ ഉള്ളി കറിവേപ്പിലയും മൂപ്പിച്ച് അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കും. അപ്പോൾ 2 രീതിയിൽ ഈ കറി വെക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുക, ഏതാണോ ഇഷ്ടം തോന്നുക അത് ചെയ്യാം. അപ്പോൾ പരീക്ഷിക്കുക. കിടിലൻ കപ്പയോ ചോറോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഇനി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ആണെങ്കിൽ പോലും ഈ കറി നല്ല സെറ്റായിരിക്കും. അപ്പം അതുപോലെ ജനുവരിയാണ്, ഇനി ഒരു 4-5 മാസം ചൂടാണ്. ചുണ്ട് പ്രത്യേകിച്ചും വലിയും. അതൊന്ന്. അപ്പോൾ നോർമൽ രീതിയിൽ 2-3 എളുപ്പ മാർഗ്ഗങ്ങളുണ്ട്. ഒന്ന് തേൻ തേക്കാം. പക്ഷെ കുട്ടികൾക്കൊക്കെ തേൻ തേച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല, അവരപ്പം തന്നെ നാക്കി തിന്നും. പിന്നെ നെയ്യ് തേക്കാം, വെളിച്ചെണ്ണ തേക്കാം. ഈ നെയ്യുടെയും വെളിച്ചെണ്ണയുടെയും ഒന്നും ചൊവ്വ എല്ലാവർക്കും ഇഷ്ടമാവില്ല. ഇതൊന്നും അല്ലാതെ വേറൊരു കാര്യമുണ്ട്. നമ്മളെ വലിയവർ ഇപ്പോൾ പുറത്ത് പോവുകയാണെങ്കിൽ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക്ക് അത്യാവശ്യം എല്ലാവരും ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കും. അത് കണ്ട് കുട്ടികൾ പറയും ഞങ്ങൾക്കും വേണമെന്നും പറയും അല്ലേ. എന്താണെങ്കിലും ഇതിലൊക്കെ കുറേ കെമിക്കൽസ് ഉണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാനുള്ള ഒരു ചെറിയ സൂത്രമാണിത്. ഇതുണ്ടോ, ഇതാണ് സംഭവം. ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞാനിത് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് സംഭവം. ഇതിപ്പോൾ ലിപ്സ്റ്റിക് അല്ല എന്ന് ആരെങ്കിലും പറയും, പക്ഷേ ഇത് ലിപ്സ്റ്റിക് അല്ല എന്ന ലിപ്സ്റ്റിക്കാണ്. നമുക്ക് നമ്മുടെ മക്കൾക്കും നമ്മൾക്കും യൂസ് ചെയ്യാം. അതായത് വീട്ടിൽ നിൽക്കുന്ന എല്ലാ സമയവും രാത്രിയൊക്കെ ഇത് സുഖമായിട്ട് യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും. അത്യാവശ്യം നല്ല കളർ, സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നല്ല കളർ വരും. വിണ്ട് കീറില്ല, ഹാനികരമല്ല. ബീട്രൂട്ട് നന്നായിട്ട് മിക്സിയിൽ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് മിക്സിയിൽ അടിക്കുക, പിഴിഞ്ഞെടുക്കുക. നല്ല തിക്കായിട്ട് ചാറ് കിട്ടും. ഒരു ചട്ടിയിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ച് നന്നായിട്ട് കുറുകി നല്ല കട്ട പരുവത്തിലാക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒരു ടിന്നിൽ, നമുക്ക് സൗകര്യത്തിനനുസരിച്ച് ഒരു എയർ ടൈറ്റ് ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ 1 വർഷം വരെ ഒരു കുഴപ്പമില്ലാതിരിക്കും. ഇതിന് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തേച്ച് കൊടുക്കുക. ഹാനികരമല്ല, സോഫ്റ്റ് ആവും, ചുണ്ടിന് നല്ല കളറും വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ടിപ്പ് ഓഫ് ദ ഡേ. ഞാൻ ഏത് ക്യാമറയിലേക്ക് അപ്പം നോക്കുന്നുണ്ട്? ആ പോയിക്കാണ് എന്ത്. പക്ഷെ നാടൻ കറികളൊക്കെ ആകുമ്പോൾ കാന്താരി ആണെങ്കിൽ അതിൻ്റെ ഒരു ഇതാണ്. ഏത് അതന്നെ എല്ലാം പോയി കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പ്ലാനില്ല, സ്ക്രിപ്റ്റില്ല, ഒന്നുമില്ല. വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്, രണ്ടാമത് പറയാൻ പറഞ്ഞാൽ കിട്ടില്ല. ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് അവസാനം നോക്കുമ്പോൾ ഒരൊറ്റ വിഷലില്ലാണ്ട് വരട്ടെ കേട്ടാ. അവൻ മാറ്റി ഇവൻ മാറ്റിയതെന്നും പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ മണ്ട അടിച്ച് പൊട്ടിക്കുകയും ചെയ്യും. എത്ര പേരുടെ വായിൽ വെള്ളം വന്നു. എടോ വെള്ളം താടോ മനുഷ്യൻ. പിന്നെ കപ്പ തിന്നുമ്പോൾ നിങ്ങളൊക്കെ ഇരിക്കില്ലേ? അത് ഇരുന്നില്ലെങ്കിൽ ഉഷാൻ്റെ ഇന്ന് നിങ്ങളോടുള്ള എല്ലാ ടീമുകളും എല്ലാ കച്ചറയും അല്ല എല്ലാ ബന്ധവും വേർപെടും. നിങ്ങളെ ഡൈവേഴ്സിൻ്റെ ആ ചൂടാടോ. പിന്നെ ഇതെന്താ മത്തിയാ? ചൂട്, പുക, എരിവ് എല്ലാം കൂടെയാണ് കേട്ടോ ഞാൻ കരയണത്. വെള്ളം എന്താ കൈ കഴിയട്ടെ. ടിങ് ടിങ് ടിങ്. ഓക്കെ അല്ലേ, പറയട്ടെ? മിണ്ടല്ലേടി.